കഴിച്ചു തുടങ്ങിയാലുണ്ടല്ലോ നിർത്താൻ പറ്റില്ല. ഈ ഒരു സ്നാക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യവുമില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ ടൈം വളരെ കുറവ് മതി. ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം എല്ലില്ലാതെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗാർലിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2-3 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഹാർഡാക്കിയിട്ട് ഫ്രൈ ആക്കേണ്ട കേട്ടോ. ഒരു സോഫ്റ്റായിട്ട് ഫ്രൈ ആവില്ലേ, ആ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒന്നും കൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചിക്കൻ വെറുതെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചെടുക്കില്ലേ, അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് പിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണും കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാനിതൊരു 3 ബണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണ് അതുപോലെ നെടുകയൊന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വെയിറ്റുള്ള ബോട്ടിലോ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന അതാട്ടോ എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ആ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്കാക്കി എടുക്കുന്നുണ്ട് 160 ഡിഗ്രിയിൽ. എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ആൽഫ്രെഡോ സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കുറേശ്ശെ ചേർത്തിട്ട് നല്ല ക്രീമി ആക്കിയിട്ട് എടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൊസറല്ല ചീസും 2 നുള്ളു ഉപ്പ്, അതിൽ കൂടെ ഉണ്ടാട്ടോ 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ആൽഫ്രെഡോ സോസ് റെഡി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടെ തന്നെ ഇത് സെറ്റ് ചെയ്യണം. അപ്പോഴേക്ക് നമ്മുടെ ബണ്ണൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും അത് ഫില്ലാക്കിയ ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കുറേയൊന്നും വേണ്ട, കുറച്ചൊരു മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ എരിവ് വേണം അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഓവനിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രയറിലായാലും അതുപോലെ തന്നെ 160 ഡിഗ്രിയിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ ബട്ടർ ബാക്കിയുണ്ടെങ്കിൽ അതിന് മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ സമയം ഉണ്ടാവില്ല അല്ലേ, നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്നാക്ക് നിർബന്ധമാണ്. എന്നാൽ എണ്ണയും മുക്കി പൊരിക്കും വേണ്ട. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്താൽ മതി. കിട്ടില്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.